വെറും 4.7% എണ്ണ നിക്ഷേപം മാത്രമുള്ള അമേരിക്ക എങ്ങനെയാണ് ലോകത്തെ എണ്ണ വിപണിയെ വിറപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇറാനെയും വെനസ്വേലയെയും അവർ നിരന്തരം ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ചില കളികളെ കുറിച്ചാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ ഇന്ന് നാം കാണുന്ന ചോരപ്പുഴകൾക്കും സ്ഫോടനങ്ങൾക്കും പിന്നിൽ ദശകങ്ങളായി എഴുതപ്പെട്ട കൃത്യമായ ഒരു തിരക്കഥയുണ്ടെന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ലോകം തിരിച്ചറിയേണ്ടത്. വെനസ്വേലയിൽ അമേരിക്ക പയറ്റി വിജയിച്ച അതേ കുതന്ത്രങ്ങൾ ഇന്ന് ഇറാന്റെ മണ്ണിലും ആവർത്തിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു ജനാധിപത്യ സംരക്ഷണമോ ഭീകരവാദ വിരുദ്ധ പോരാട്ടമോ അല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ സ്രോതസ്സുകൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഡോളർ സാമ്രാജ്യത്തിന്റെ ആർത്തിയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച അവിടുത്തെ 95% വരുന്ന എണ്ണ വരുമാനത്തിന്റെ നട്ടെല്ലൊടിച്ച ഒരു രാജ്യത്തെ മുഴുവൻ പട്ടിണിയിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും തള്ളിവിട്ട അമേരിക്കൻ തന്ത്രം ഇന്ന് പുതിയൊരു രൂപത്തിൽ ഇറാനിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തി തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാവ ഗവൺമെന്റുകളെ പ്രതിഷ്ഠിക്കുക എന്ന അമേരിക്കയുടെ രീതി വെനസ്വേലയെ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു കളിപ്പാവയാക്കി മാറ്റിയിരിക്കുന്നു. ഈ കുതന്ത്രത്തിന്റെ അടുത്ത ലക്ഷ്യം അത് ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണശേഖരമായ ഇറാനാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ഭീകരത നമുക്ക് ബോധ്യപ്പെടും. വെനസ്വേലയുടെ 17.17%, സൗദി അറേബ്യയുടെ 15.14% എണ്ണ നിക്ഷേപം ഇതിനോടകം തന്നെ അമേരിക്കയുടെ പരോക്ഷ നിയന്ത്രണത്തിലാണ്. ഇതിനൊപ്പം ഇറാന്റെ 11.82% കൂടി കൈക്കലാക്കുന്നതോടെ ലോകത്തെ ആകെ എണ്ണ നിക്ഷേപത്തിന്റെ പകുതിയോളവും അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും. ഡോളറിന് പകരമായി മറ്റ് കറൻസികൾ ഉപയോഗിക്കാൻ തുനിയുന്ന രാജ്യങ്ങളെ പാഠം പഠിപ്പിക്കുക എന്ന അമേരിക്കൻ ധാർഷ്ട്യമാണ് ഇന്ന് പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിർത്തിയിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരു ലോക മഹായുദ്ധത്തിന്റെ വിളപ്പുറത്താണ് നമ്മെ എത്തിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച സൈനിക നീക്കത്തിന്റെ 3-ാം ദിവസവും അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ ബോംബിംഗ് തുടരുകയാണ്. ഖമേനിയുടെ വധത്തെ ഭീരുത്വപരമായ ഭീകരപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തയച്ചെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കടന്നുകയറ്റം മുന്നേറുന്നത്. അമേരിക്കയുമായി യാതൊരുവിധ ആണവ ചർച്ചകൾക്കും തങ്ങളില്ലെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വ്യക്തമാക്കിയതോടെ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനം ഗൾഫ് മേഖലയിലാകെ അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലും കുവൈറ്റിലും അബുദാബിയിലും നിരന്തരം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നു വീണതും സൗദിയിലെ അരാംകോയുടെ റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതും മേഖലയിലെ സാമ്പത്തിക ഭദ്രതയെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. യുദ്ധത്തിന്റെ കനലുകൾ കേരളം പോലുള്ള വിദൂര ദേശങ്ങളിലും ആഘാതം സൃഷ്ടിക്കുന്നു എന്നതിന്റെ തെളിവാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റദ്ദാക്കപ്പെട്ട 60-ലധികം സർവീസുകളും ഗൾഫിലെ മാറ്റിവെക്കപ്പെട്ട പരീക്ഷകളും. ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ പാർലമെന്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ആവശ്യപ്പെടുമ്പോൾ ബെയ്റൂട്ടും പരിസര പ്രദേശങ്ങളും ചോരക്കളമായി മാറുകയാണ്. ഈ സംഘർഷത്തിൽ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിലയുറപ്പിക്കുന്നത് ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധത്തിലേക്കോ നയിക്കുമോ എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രങ്ങൾക്കിടയിലുള്ള പരിഷ്കൃതമായ പെരുമാറ്റ രീതികൾ തകർക്കപ്പെടുന്നതും പരമാധികാരമുള്ള രാജ്യങ്ങളുടെ നേതാക്കളെ പരസ്യമായി വേട്ടയാടുന്നതും
അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ തകർച്ചയാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഈ ആർത്തിയും അഹങ്കാരവും ലോകത്തെ എണ്ണ വിപണിയിൽ തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടിയാണെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇവിടെ ചതഞ്ഞരയുന്നത് ദശലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളാണ്. വൻ ശക്തികളുടെ ഈ സാമ്പത്തിക യുദ്ധത്തിൽ ഇരയാക്കപ്പെടുന്നത് സ്വന്തം മണ്ണിൽ സമാധാനമായി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ ജനതയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ഇപ്പോൾ ഒരു മഹാവിസ്ഫോടനം ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ പൂർണ്ണമായും നിയന്ത്രണം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും അവിടെ പ്രസക്തിയില്ലാതായിരിക്കുന്നു. പകരം മുഴങ്ങുന്നത് വെടിയുച്ചകളും സ്ഫോടനങ്ങളും മാത്രമാണ്. ഇത് വരും ദിവസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുക മാത്രമല്ല, ആഗോള സാമ്പത്തിക വിപണിയെ തന്നെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എണ്ണവിലയിലെ വർധനവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെയും ബാധിക്കും. ഓരോ ഞൊടിയിലും ഭയാനകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ അതീവ ജാഗ്രതയോടെയും കരുതലോടെയും വേണം നാം വീക്ഷിക്കാൻ. കാരണം പശ്ചിമേഷ്യയിൽ ഉയരുന്ന ഈ പുകപടലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ലോകത്തിന്റെ ഭാവി തന്നെ ഇരുട്ടിലാക്കിയേക്കാം.